സുഹൃത്തുക്കളെ, ചാണക്യൻ വളരെ അപകടകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ശക്തിയെക്കുറിച്ച് ധാരണയില്ലാത്ത വ്യക്തിയെയാണ് ലോകം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. ഇന്ന് ഈ കാര്യം ഏറ്റവും കൂടുതൽ ബാധകമാകുന്നത് സ്ത്രീകൾക്കാണ്. കാരണം സമൂഹം സ്ത്രീകളെ ശക്തരാക്കുന്നതിനേക്കാൾ കൂടുതൽ നിശബ്ദരാക്കാനാണ് ശ്രമിക്കുന്നത്. കുട്ടിക്കാലം മുതൽ അവരെ പഠിപ്പിക്കുന്നത് ഇതാണ്: അധികം സംസാരിക്കരുത്, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, കുടുംബം നിലനിർത്തുക, സ്വന്തം വികാരങ്ങൾ അടക്കിപ്പിടിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ പല സ്ത്രീകളും എത്രത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുവെന്നാൽ അവർക്ക് സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ ഒരു നല്ല സ്ത്രീയാകുന്നതിനെക്കുറിച്ചല്ല. വൈകാരികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, ബഹളമുണ്ടാക്കാതെ തന്നെ ശക്തരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ആളുകൾ നിസ്സാരമായി കാണുന്നതിനു മുമ്പ് 10 തവണ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം സത്യമെന്താണെന്നറിയാമോ? ഇന്നത്തെ ലോകം ഹൃദയം കൊണ്ടല്ല, തലച്ചോറുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന, എപ്പോഴും സ്വയം ത്യാഗം ചെയ്യുന്ന, ആളുകളെ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന, ഇല്ല എന്ന് പറയാൻ ഭയക്കുന്ന സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തകർന്നുപോകുന്നത്. എന്നാൽ ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും ഒരുപക്ഷേ നിങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുണ്ടാകും. കാരണം ഏതൊരു സ്ത്രീയെയും മാനസികമായി ശക്തയും വൈകാരികമായി ബുദ്ധിമതിയും സാമൂഹികമായി അജയ്യയുമാക്കാൻ കഴിയുന്ന 8 വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു മുന്നറിയിപ്പുണ്ട്: വീഡിയോയിലെ 6ാമത്തെയും 8ാമത്തെയും പോയിന്റ് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളെ പഴയതുപോലെ കാണാൻ കഴിഞ്ഞേക്കില്ല. അതിനാൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം മിക്ക സ്ത്രീകളും ജീവിതകാലം മുഴുവൻ തെറ്റുകൾ വരുത്തുന്ന, എന്നാൽ അവർക്കത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത പോയിന്റാണ് അവസാനത്തേത്. നമ്പർ 1: ബുദ്ധിമതിയായ ഒരു സ്ത്രീ തന്റെ എല്ലാ ദൗർബല്യങ്ങളും ലോകത്തെ കാണിക്കില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ കരുതുന്നത് എല്ലാം തുറന്നു പറയുന്നതാണ് സത്യസന്ധത എന്നാണ്. സങ്കടമുണ്ടെങ്കിൽ എല്ലാവരോടും പറയുക. ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുക. ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എല്ലാ സുഹൃത്തുക്കളുടെയും മുന്നിൽ കരയുക. എന്നാൽ യഥാർത്ഥ ലോകം ഇത്ര ലളിതമല്ല. ഇവിടെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടേതല്ല. നിങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കി ഭാവിയിൽ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. വളരെ ശുദ്ധമായ മനസ്സുള്ള ഒരു സ്ത്രീയുണ്ടായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്നവരോട് അവൾ ജീവിതത്തിലെ എല്ലാം പറയുമായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ, വേദനകൾ, ഭയങ്ങൾ, അരക്ഷിതാവസ്ഥകൾ. ആളുകൾ അവളെ മനസ്സിലാക്കുമെന്ന് അവൾ കരുതി. എന്നാൽ പതുക്കെ അവൾ അവരുടെ കളിയാക്കലുകൾക്ക് പാത്രമായി. അവളുടെ പുറകിൽ കുറ്റം പറയാൻ തുടങ്ങി. വഴക്കുകളുണ്ടാകുമ്പോൾ ഈ ദൗർബല്യങ്ങൾ അവൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടു. ലോകത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ കൂടെയുണ്ടാകില്ല എന്ന് അന്ന് അവൾക്ക് മനസ്സിലായി. ചാണക്യൻ പറയുന്നു: സ്വന്തം രഹസ്യങ്ങൾ മറ്റാരുമായും പങ്കുവെക്കരുത്. കാരണം നിങ്ങളുടെ വൈകാരിക ദൗർബല്യം അറിയുന്നവർക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും മാനസികമായി തളർത്താൻ കഴിയുമെന്ന് ചാണക്യന് അറിയാമായിരുന്നു. അതിനാൽ ബുദ്ധിമതിയായ സ്ത്രീ എല്ലാവർക്കും തന്റെ മനസ്സ് തുറന്നുകൊടുക്കില്ല. അവൾ ആദ്യം നിരീക്ഷിക്കും. വ്യക്തികളുടെ സ്വഭാവത്തിലെ സ്ഥിരത ശ്രദ്ധിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി മാറുന്നുണ്ടോ എന്ന് നോക്കും. കാരണം സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ വിശ്വസ്തത കാണിക്കാൻ പാടാണ്. ഇന്നത്തെ ലോകത്ത് ആളുകൾ 2 ദിവസം സംസാരിച്ചാൽ ഉടൻ വിശ്വാസം ചോദിച്ചു വാങ്ങും. എന്നാൽ ബുദ്ധിമതിയായ സ്ത്രീ പെട്ടെന്ന് അടുപ്പം കാണിക്കില്ല. വളരെ പെട്ടെന്ന് അടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുമായി അല്പം അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്കറിയാം. സത്യം പറയാമല്ലോ, സ്വന്തം വികാരങ്ങളെ സംരക്ഷിക്കാൻ പഠിച്ച ഒരു സ്ത്രീയെ ലോകത്തിന് എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയില്ല. നമ്പർ 2: ബുദ്ധിമതിയായ സ്ത്രീ ആളുകളുടെ വാക്കുകളെയല്ല, അവരുടെ ശീലങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വ്യാജന്മാരായ ആളുകൾ വളരെ മിടുക്കരാണ്. അവർ നേരിട്ട് ശത്രുത കാണിക്കില്ല. മുന്നിൽ സ്നേഹം നടിക്കും, ചിരിക്കും, കരുതൽ കാണിക്കും, പുകഴ്ത്തും. എന്നാൽ ഉള്ളിൽ അസൂയയായിരിക്കും. ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരി അവളെ എപ്പോഴും പുകഴ്ത്തുമായിരുന്നു: നീ വളരെ നല്ലവളാണ്, നീ എല്ലാവരിലും നിന്ന് വ്യത്യസ്തയാണ്. എന്നാൽ പതുക്കെ ആ കൂട്ടുകാരി അവളുടെ ആത്മവിശ്വാസം തകർക്കാൻ തുടങ്ങി. ഇത്ര ആത്മവിശ്വാസം വേണ്ട. നിന്നെക്കൊണ്ട് ഇത്ര വലിയ കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ല. സ്ത്രീകൾക്ക് ഇത്ര വലിയ ആഗ്രഹങ്ങൾ പാടില്ല. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ ഇതെല്ലാം അവൾ സ്നേഹത്തോടെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്നത് പിന്തുണയല്ല, മറിച്ച് തന്റെ വളർച്ച തടയുകയാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായില്ല. ചാണക്യൻ പറയുന്നു: മധുരമായി സംസാരിക്കുന്ന എല്ലാവരും സത്യസന്ധരല്ല. അതുകൊണ്ട് ബുദ്ധിമതിയായ സ്ത്രീ വെറും വാക്കുകളെ വിശ്വസിക്കില്ല. അവൾ രീതികൾ ശ്രദ്ധിക്കും. ആവശ്യത്തിന് മാത്രം ഓർക്കുന്നവരാര്? മുന്നിൽ പിന്തുണ നൽകുകയും പിന്നിൽ അസൂയപ്പെടുകയും ചെയ്യുന്നവരാര്? സ്ത്രീയുടെ വിജയം കാണുമ്പോൾ അസ്വസ്ഥരാകുന്നവരാര്? അവൾ അതെല്ലാം നിരീക്ഷിക്കും. കാരണം ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം അയാളുടെ വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സത്യം പറയാമല്ലോ, ആളുകളെ നിരീക്ഷിക്കാൻ പഠിച്ച ഒരു സ്ത്രീയെ വഞ്ചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്പർ 3:
എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീ അവസാനം ഏറ്റവും കൂടുതൽ തകരുന്നത് അവൾ തന്നെയാണ്. പല സ്ത്രീകളുടെയും ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്നറിയാമോ? ഇല്ല എന്ന് പറയാൻ അവർക്ക് പേടിയാണ്. ആർക്കെങ്കിലും സഹായം വേണമോ? അവൾ തയ്യാറാണ്. ആർക്കെങ്കിലും വൈകാരിക പിന്തുണ വേണമോ? തയ്യാറാണ്. സമയം വേണമോ? തയ്യാറാണ്. പതുക്കെ പതുക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ അവളുടെ ജീവിതം തീർന്നുപോകുന്നു. എന്നാൽ രസകരമായ കാര്യമെന്തെന്നാൽ ആർക്കുവേണ്ടിയാണോ അവൾ സ്വയം തളരുന്നത്, അവർ തന്നെയായിരിക്കും അവൾക്ക് ഏറ്റവും കുറഞ്ഞ വില നൽകുന്നത്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വീടായാലും കൂട്ടുകാരായാലും ഓഫീസായാലും അവൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചു. ആർക്കെങ്കിലും അവളെ ആവശ്യമുണ്ടെങ്കിൽ അവൾ സ്വന്തം ജോലി ഉപേക്ഷിക്കുമായിരുന്നു. എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ ആളുകൾ തന്നെ സ്നേഹിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ ആളുകൾ അവളുടെ നന്മയെ ബഹുമാനിക്കുന്നതിനു പകരം അതൊരു സൗകര്യമായി കാണാൻ തുടങ്ങി. അർദ്ധരാത്രിയിലുള്ള ഫോൺ കോളുകൾ, അധിക ചുമതലകൾ, വൈകാരിക സമ്മർദ്ദങ്ങൾ എല്ലാം അവളുടെ തലയിലായി. ഏറ്റവും സങ്കടകരമായ കാര്യം, അവൾ മാനസികമായി തളർന്നപ്പോൾ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. എല്ലാത്തവണയും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് സ്നേഹമല്ലെന്നും പലപ്പോഴും അത് സ്വന്തത്തോട് ചെയ്യുന്ന അനീതിയാണെന്നും അന്ന് അവൾക്ക് മനസ്സിലായി. ചാണക്യനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അമിതമായ വിനയം നിങ്ങളെ ദുർബലരായി കാണാൻ ആളുകളെ പ്രേരിപ്പിക്കും. ഇതാണ് യാഥാർത്ഥ്യം. സ്ത്രീ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്താൽ ആളുകൾ അവളെ ഒരു മനുഷ്യനായിട്ടല്ല, ഒരു ഉപകരണമായി കാണാൻ തുടങ്ങും. അതിനാൽ ബുദ്ധിമതിയായ സ്ത്രീ അതിരുകൾ നിശ്ചയിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നു. എല്ലാവരുടെയും വൈകാരിക ഭാരം സ്വന്തം തലയിൽ ഏറ്റെടുക്കില്ല. കാരണം സ്വയം ത്യാഗം ചെയ്യുന്നിടത്തോളം കാലം മാത്രം കൂടെ നിൽക്കുന്നവർ ഒരിക്കലും തന്റേതല്ല എന്ന് അവൾക്കറിയാം. സത്യം പറയാമല്ലോ, കുറ്റബോധമില്ലാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്ന അന്ന് അവളുടെ മാനസിക സമാധാനം തിരികെ വരും. നമ്പർ 4. പലരും സ്ത്രീയെ സ്നേഹിക്കുന്നില്ല, മറിച്ച് അവളെ നിയന്ത്രിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇക്കാലത്ത് പല ബന്ധങ്ങളിലും സ്നേഹത്തേക്കാൾ കൂടുതൽ നിയന്ത്രണമാണ് കാണുന്നത്. തുടക്കത്തിലെല്ലാം മനോഹരമായി തോന്നും. ഞാൻ നിന്നെ ഒരുപാട് കരുതുന്നു, നീ എന്റേതു മാത്രമാണ്, എനിക്ക് നിന്നെക്കുറിച്ച് ആശങ്കയുണ്ട്. ഇത് കേട്ട് സ്ത്രീ ചിന്തിക്കും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ പതിയെ കാര്യങ്ങൾ മാറും. അവരോട് സംസാരിക്കരുത്, ഈ വസ്ത്രം ധരിക്കരുത്, കൂടുതൽ പുറത്തു പോകരുത്, ഇത്ര സ്വതന്ത്രയാകേണ്ട കാര്യമില്ല. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ ഇതൊക്കെ സ്നേഹത്തിന്റെ പേരിലാണ് നടക്കുന്നത്. പതുക്കെ സ്ത്രീ സ്വയം മാറാൻ തുടങ്ങുന്നു. അവളുടെ ഇഷ്ടങ്ങൾ മാറുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. എന്ത് തീരുമാനമെടുക്കാനും അവൾക്ക് ഭയമാകുന്നു. കാരണം അനുവാദം ചോദിക്കാൻ അവൾ ശീലിച്ചു കഴിഞ്ഞു. ഒരു ബന്ധത്തിൽ വന്നതിനുശേഷം സ്വയം പൂർണ്ണമായി മാറിയ ഒരു സ്ത്രീയുണ്ടായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്ന് അകലം, സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചു, സന്തോഷം അവഗണിച്ചു. ഇതെല്ലാം മറ്റേയാൾ പിണങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അവസാനം ആ വ്യക്തി അവളെ ഉപേക്ഷിച്ചുപോയി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അവൾ സ്നേഹമെന്ന് കരുതിയത് പതുക്കെ അവളുടെ മേലുള്ള നിയന്ത്രണമായി മാറിയിരുന്നു എന്ന്. ചാണക്യൻ പറയുന്നു, സ്വാതന്ത്ര്യം അവസാനിക്കുന്നിടത്ത് സ്നേഹം നിലനിൽക്കില്ല. ഇതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. യഥാർത്ഥ സ്നേഹം ഒരു സ്ത്രീയെ മാനസികമായി ശക്തയാക്കുന്നു, ദുർബലയാക്കുന്നില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നവൻ അവളെ സ്നേഹിക്കുകയല്ല, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ബുദ്ധിമതിയായ സ്ത്രീബന്ധങ്ങളിൽ സ്വയം നഷ്ടപ്പെടുത്തില്ല. അവൾ സ്നേഹിക്കും, എന്നാൽ സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കിക്കൊണ്ടല്ല. നമ്പർ 5. സ്ത്രീ സ്വയം വിലകുറച്ച് കാണാൻ തുടങ്ങുമ്പോഴാണ് ഏറ്റവും അപകടകരമായ കളി നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷം എന്താണെന്നറിയാമോ? വെറുപ്പോ ഏകാന്തതയോ അല്ല, മറിച്ച് ഒരു സ്ത്രീ തന്നെ വിലകുറച്ച് കാണാൻ തുടങ്ങുന്ന നിമിഷമാണ്. പതുക്കെയാണ് ഇത് ആരംഭിക്കുന്നത്. ആരെങ്കിലും താരതമ്യം ചെയ്യും, ആരെങ്കിലും അവഗണിക്കും, ആരെങ്കിലും പറയും, നിനക്ക് പണ്ടത്തെപ്പോലെ കഴിവില്ല, നീ ആകെ മാറിപ്പോയി. നീ കൂടുതലായി ചിന്തിക്കുന്നു. പുറമേ അവൾ സാധാരണ പോലെ പെരുമാറുമെങ്കിലും ഉള്ളിൽ തകരാൻ തുടങ്ങും. അവൾ കണ്ണാടിയിൽ നോക്കി സ്വന്തം കുറവുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. എല്ലാ കാര്യത്തിനും അവൾ സ്വയം പഴിചാരാൻ തുടങ്ങും. ബന്ധം തകർന്നാൽ തന്റെ തെറ്റ്, ആരെങ്കിലും അകന്നുപോയാൽ തന്റെ തെറ്റ്, ആളുകൾ ബഹുമാനിക്കുന്നില്ലെങ്കിലും തന്റെ തെറ്റ്. ഇതാണ് ഏറ്റവും അപകടകരമായ കെണി. കാരണം ഏതു ദിവസം സ്ത്രീ സ്വന്തം വില മറക്കുന്നുവോ അന്ന് ലോകവും അവൾക്ക് വില നൽകില്ല. വളരെ കഴിവുള്ളതും കരുതലുള്ളതുമായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. എന്നാൽ അവളെ എപ്പോഴും വിലകുറച്ചു കാണുന്നവരുടെ ഇടയിലായിരുന്നു അവൾ ജീവിച്ചത്. പതുക്കെ അവൾക്ക് സ്വന്തം കഴിവുകളിൽ സംശയമായി. അവൾക്ക് പഴയതുപോലെ ആത്മവിശ്വാസമില്ലാതായി. സ്വന്തം സ്വപ്നങ്ങളെ ഭയക്കാൻ തുടങ്ങി. ഓരോ തീരുമാനത്തിലും മറ്റുള്ളവരുടെ അംഗീകാരം തേടാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഇത്ര മോശമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത്? ആ ചോദ്യം അവളുടെ ജീവിതം മാറ്റി. ആദ്യമായി അവൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെയല്ല, സ്വന്തം കണ്ണിലൂടെ സ്വയം കാണാൻ തുടങ്ങി. ചാണക്യനും പറഞ്ഞിട്ടുണ്ട്, ആത്മാഭിമാനമില്ലാത്ത വ്യക്തിയെ ലോകം ബഹുമാനിക്കില്ല. ഇതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സ്വന്തം മൂല്യം അറിയാവുന്ന സ്ത്രീയെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. അതുകൊണ്ട് ബുദ്ധിമതിയായ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പിന്നാലെ പോകില്ല. എല്ലാ മനുഷ്യരും അവളെ മനസ്സിലാക്കണമെന്നില്ല എന്ന് അവൾക്കറിയാം.
എന്നാൽ അവൾ അവളെത്തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സത്യം പറയാമല്ലോ, സ്വയം വിലകുറച്ച് കാണുന്നത് നിർത്തുന്ന അന്നു മുതൽ ആളുകൾ അവളെ നിസ്സാരമായി കാണുന്നത് നിർത്തും. നമ്പർ 6. ശക്തയായ ഒരു സ്ത്രീ ജനിക്കുന്നില്ല, വേദനകളാണ് അവളെ അങ്ങനെയാക്കുന്നത്. ഓരോ ശക്തയായ സ്ത്രീക്ക് പിന്നിലും ലോകത്തിനറിയാത്ത ഒരു കഥയുണ്ടാകും. അവളുടെ ആത്മവിശ്വാസവും അവളുടെ മനോഭാവവും അവളുടെ നിശബ്ദതയും മാത്രമാണ് ആളുകൾ കാണുന്നത്. എന്നാൽ അവൾ എങ്ങനെ ഇത്രയും ശക്തയായി എന്ന് ആരും കാണുന്നില്ല. അവളും പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് കരയുന്ന, മറ്റുള്ളവർക്കു വേണ്ടി സ്വയം മാറുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ജീവിതം അവൾക്ക് യാഥാർത്ഥ്യം കാണിച്ചുകൊടുത്തു. ആരെങ്കിലും അവളുടെ വിശ്വാസം തകർത്തു. ആരെങ്കിലും അവളുടെ നന്മയെ ചൂഷണം ചെയ്തു. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആരെങ്കിലും അവളെ തനിച്ചാക്കി. ആ വേദന അവളെ പതുക്കെ മാറ്റാൻ തുടങ്ങി. ഇപ്പോൾ അവൾ പഴയതുപോലെയല്ല. ഇപ്പോൾ അവൾ പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ല. എല്ലാവർക്കും സ്വന്തം ജീവിതത്തിലേക്ക് കടന്നുവരാൻ അവസരം നൽകില്ല. കുറച്ചേ സംസാരിക്കൂ, കൂടുതൽ നിരീക്ഷിക്കും. നീ ആകെ മാറിപ്പോയി എന്നാളുകൾ പറയും. എന്നാൽ സത്യമെന്താണ്? അവൾ മാറിയതല്ല, അവൾക്കിപ്പോൾ ലോകത്തെ മനസ്സിലായി എന്നതാണ് സത്യം. ചാണക്യൻ പറയുന്നു, അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സത്യം. മനുഷ്യൻ പലപ്പോഴും പുസ്തകങ്ങളെക്കാൾ വഞ്ചനകളിൽ നിന്നാണ് പക്വത നേടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശക്തയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളുടെ മനോഭാവം മാത്രം കാണരുത്. മറ്റാരെയെങ്കിലും ഉള്ളിൽ നിന്ന് തകർത്തേക്കാവുന്ന വേദനകൾ അവൾ സഹിച്ചിട്ടുണ്ടാകാം. വ്യത്യാസം ഇത്രമാത്രം: അവൾ തകർന്നു പോയില്ല, അവൾ സ്വയം കൂടുതൽ കരുത്താർജിച്ചു. സത്യം പറയാമല്ലോ, സ്വന്തം വേദനയെ ദൗർബല്യമാക്കാതെ ശക്തിയാക്കി മാറ്റിയ സ്ത്രീയെ പിന്നെ ജീവിതത്തിന് ഭയപ്പെടുത്താൻ കഴിയില്ല. നമ്പർ 7. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയക്കുന്ന സ്ത്രീയെ ലോകം എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്കാകുമെന്ന ഭയം കാരണമാണ് പല സ്ത്രീകളും ജീവിതത്തിൽ തെറ്റായ ആളുകളെ ഉപേക്ഷിക്കാത്തത്. ഈ വ്യക്തി പോയാൽ എന്റെ ഗതിയെന്താകും? ഞാൻ ഒറ്റയ്ക്കായാൽ ആളുകൾ എന്തു പറയും എന്ന് അവർ ചിന്തിക്കുന്നു. ഈ ഭയമാണ് പതുക്കെ അവരുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുന്നത്. ഈ സ്ത്രീ എന്നെ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നുവെന്ന് പിന്നെ മറ്റേയാൾക്ക് മനസ്സിലാകുന്നു. തന്നെ നഷ്ടപ്പെടുമെന്ന് മറ്റേയാൾ ഭയക്കുന്നുവെന്ന് അറിയുന്ന നിമിഷം മുതൽ ബഹുമാനം നൽകുന്നത് അവർ അവസാനിപ്പിക്കും. ഒരു സ്ത്രീയുണ്ടായിരുന്നു. ബന്ധത്തിലെപ്പോഴും അവൾക്ക് വേദന മാത്രമായിരുന്നു. ദിവസവും വഴക്ക്, ദിവസവും അപമാനം, ദിവസവും കരച്ചിൽ. എന്നിട്ടും അവൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ആരെങ്കിലും കൂടെയുണ്ടല്ലോ എന്നവൾ കരുതി. എന്നാൽ സത്യമെന്തായിരുന്നു? ആ ബന്ധം അവളെ ഓരോ ദിവസവും ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുകയായിരുന്നു. ഒരു രാത്രി ഒരുപാട് കരഞ്ഞതിനു ശേഷം അവൾ ആദ്യമായി സ്വയം ചിന്തിച്ചു, തെറ്റായ ഒരാളില്ലാതെ ജീവിക്കാൻ കഴിയാത്തത്ര ദുർബലയാണോ ഞാൻ? അന്ന് രാത്രി മുതൽ അവളുടെ ജീവിതം മാറാൻ തുടങ്ങി. അവൾ പതുക്കെ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് പുറത്തുപോകാനും ഒറ്റയ്ക്ക് കോഫി കുടിക്കാനും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും തുടങ്ങി. തുടക്കത്തിൽ വളരെ അസ്വാഭാവികമായി തോന്നി. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുക എന്നത് തെറ്റായ ആളുകൾക്കൊപ്പം ജീവിക്കുന്നത്ര വേദനാജനകമല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചാണക്യൻ പറയുന്നു, സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ പാഠം. ശക്തയായ സ്ത്രീ ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടില്ല. അവൾ അതിനെ മനസ്സിലാക്കുന്നു. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒരാൾ സ്വന്തം സ്വത്വത്തെ മനസ്സിലാക്കുന്നത് എന്ന് അവൾക്കറിയാം. അവൾക്ക് അവളുടെ ശക്തി ബോധ്യപ്പെടുന്നു. അവളുടെ മൂല്യം മനസ്സിലാകുന്നു. സത്യം പറയാമല്ലോ, ഒറ്റയ്ക്ക് സന്തോഷമായിരിക്കാൻ പഠിച്ച ഒരു സ്ത്രീയെ പിന്നെ ആർക്കും വൈകാരികമായി നിയന്ത്രിക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം സ്ത്രീകളെ അഹങ്കാരികളാക്കുക എന്നതല്ല, മറിച്ച് അവരുടെ നന്മയെ ആരും ചൂഷണം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം അവരെ ശക്തരാക്കുക എന്നതാണ്. കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന സ്ത്രീയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. എന്നാൽ ഓർക്കുക, ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ സൗന്ദര്യത്തിലല്ല, അവളുടെ ചിന്തകളിലാണ്, അവളുടെ നിശബ്ദതയിലാണ്, അവളുടെ ആത്മാഭിമാനത്തിലാണ്. സ്വന്തത്തിനു വേണ്ടി നിലകൊള്ളാൻ അവൾ പഠിക്കുമ്പോഴുള്ള അവളുടെ ധൈര്യത്തിലാണ്. ചാണക്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഒരു വ്യക്തി സ്വന്തം വില മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ലോകം അയാളെ അവഗണിക്കുന്നത് നിർത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നല്ല സ്വഭാവം മറ്റുള്ളവർ ഒരു സൗകര്യമായി കാണാൻ മാത്രം നിങ്ങൾ ഒരിക്കലും ദുർബലയാകരുത്. നിശബ്ദയായിരിക്കുക, ബുദ്ധിമതിയാകുക. എന്നാൽ നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും കൈവിടരുത്. ഇന്നത്തെ വീഡിയോയിലെ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ ഒരൊറ്റ വാക്ക് തീർച്ചയായും എഴുതുക: അപരാജിത. കാരണം ഇതൊരു വാക്കു മാത്രമല്ല, തകർന്നുപോയാലും ഒരിക്കലും തോറ്റുകൊടുക്കാത്ത ഒരു സ്ത്രീയുടെ അടയാളമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള യാഥാർത്ഥ്യബോധമുള്ളതും ശക്തവുമായ ചാണക്യനീതി ഉൾക്കൊള്ളുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.